റാപ്പിഡ് റിവിഷൻ. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മലയാളം. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ റെനി ജെയിംസ്. 2026 മാർച്ച് മാസത്തിൽ നടക്കുന്ന SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, എന്റെ പേര് റെനി ജെയിംസ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപകനാണ്. റാപ്പിഡ് റിവിഷൻ. ഇനി നമുക്ക് കേരള പാഠാവലി 3ാം യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. വിസ്തൃത ലോക വിധാനത്തിൽ എന്നാണ് ഈ യൂണിറ്റിന്റെ ശീർഷകം. അതായത്, ലോകം വികസിക്കണമെങ്കിൽ, മനുഷ്യജീവിതം മെച്ചപ്പെടണമെങ്കിൽ വികസന പരിപാടികൾ വേണം. മലിനീകരിക്കപ്പെടാത്ത മണ്ണും ജലവും വായുവും എല്ലാ ജീവജാലങ്ങൾക്കും വേണം. അതുകൊണ്ട് വികസനം ജീവനും ജീവിതത്തിനും ദോഷകരമാവരുത്. അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതായിരിക്കണം. അല്പകാലത്തേക്ക് നിലനിൽക്കുന്ന വികസനം പ്രകൃതിയെ തകർക്കും. അതുകൊണ്ട് സുസ്ഥിരമായ വികസനമാണ് ഇന്നിൻ്റെ ആവശ്യം. അതായത്, ഭാവി തലമുറയെ കൂടി പരിഗണിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത വിധത്തിൽ നടക്കുന്ന ശാസ്ത്രീയമായ വികസനമാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് നമ്മുടെ ഈ 3ാം യൂണിറ്റിലുള്ളത്. 1ാമത്തെ പാഠം മണ്ണും മനുഷ്യനും, ടി പത്മനാഭൻ എഴുതിയൊരു കഥയാണത്. 2ാമത്തെ പാഠം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ഒരു കവിതയാണ്, പി രാമചന്ദ്രൻ എഴുതി. 3ാമത്തെ പാഠം വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല, സാറ ജോസഫിൻ്റെ ആദി എന്ന നോവലിൽ നിന്ന് എടുത്ത പാഠമാണിത്. ഇങ്ങനെ 3 പാഠങ്ങളാണുള്ളത്. യൂണിറ്റിലെ 1ാമത്തെ പാഠമായ മണ്ണും മനുഷ്യനും എന്ന കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു KU നായർ കഥാകാരൻ്റെ വീടിനടുത്തായി ഒരു വീട് പണിതു. അത് ബംഗ്ലാവ് തന്നെയായിരുന്നു. കണ്ണടച്ചു തീരും മുമ്പേ വീട് പണി തീർന്നു. ഒരു തരി മണ്ണ് പോലും വീടിൻ്റെ പരിസരത്ത് കാണാനില്ലായിരുന്നു. മക്കളെ വിദേശത്തേക്ക് വിട്ടു പഠിപ്പിച്ചു. അവർ അവിടെ തന്നെ സ്ഥിരതാമസവുമാക്കി. ഒരിക്കൽ പോലും നാട്ടിൽ വന്ന് താമസിച്ചിട്ടില്ല. ഒരു ദിവസം കഥാനായകൻ പ്രഭാത നടത്തത്തിനിറങ്ങിയപ്പോൾ അയാൾ ഗേറ്റിനരികിലായി നിൽക്കുന്നത് കണ്ടു. അയാൾ ആകെ മാറിയിരിക്കുന്നു. കഥാനായകനെ കാണാൻ ആദ്യമായി താല്പര്യം പ്രകടിപ്പിച്ചു. ഭാര്യയുടെ മരണശേഷം അയാൾ ഒറ്റയ്ക്കായി. മക്കളാരും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഈ സങ്കടങ്ങളെല്ലാം കഥാനായകനോട് പങ്കുവച്ചു. പിറ്റേ ദിവസം എങ്ങോട്ടെന്നോ എപ്പോൾ വരുമെന്നോ കെയർടേക്കറോട് പോലും പറയാതെ അയാൾ വീട് വിട്ടു പോയതായി കഥാകാരൻ അറിയുന്നു. വീട്ടിൽ താമസിക്കാൻ ആളില്ലെങ്കിലും ബംഗ്ലാവുകൾ കെട്ടിപ്പൊക്കി പൊങ്ങച്ചം കാണിക്കുന്ന കേരളീയ രീതിയോടുള്ള പ്രതിഷേധമാണ് ഈ കഥ. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരുന്നോണം. വീട്ടിൽ താമസിക്കാൻ ആളില്ലെങ്കിലും ബംഗ്ലാവുകൾ കെട്ടിപ്പൊക്കി പൊങ്ങച്ചം കാണിക്കുന്ന കേരളീയ രീതിയോടുള്ള പ്രതിഷേധമാണ് ഈ കഥ. അതിൻ്റെ കൂടെ പ്രകൃതിയോടിണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ കഥയ്ക്കുണ്ട്. ഈ കഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. അറബി കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ. ഈ പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കിയതിനെയാണ് സൂചിപ്പിക്കുന്നത്. 2. ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടായിരിക്കുന്നു. ആരോട് പറഞ്ഞു? KU നായർ കഥാനായകനോട് പറഞ്ഞു. 3. നിങ്ങൾ ഒരു രാക്ഷസനാണോ? ആരുടെ ചിന്തയാണിത്? കഥാനായകൻ്റെ. പേജ് 41 ഈ ഭാഗമുള്ളത്. ഈ സന്ദർഭം കൂടി നിങ്ങൾ നന്നായി വായിച്ച് ആശയം ഓർത്തു വെക്കണം. 4. വീടുകൾ വയ്ക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്. ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതുകൂടാതെ മലയാളികളുടെ ആഡംബര ഭവന നിർമ്മാണ രീതി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതല്ലേ നല്ലത്? ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള വിഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. 5. കഥാപാത്ര നിരൂപണം. ഈ കഥയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് കഥാകാരൻ, അയൽക്കാരൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണുള്ളത്. പ്രകൃതിയോട് 2 തരത്തിലുള്ള വീക്ഷണങ്ങളാണ് അവർക്കുള്ളത്. അത് നന്നായി ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. 6. ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരു അലട്ടലുമില്ലായിരുന്നു. അതുകൊണ്ട് സുഖനിദ്ര, ചത്ത പോലെ ഉറങ്ങി. പേജ് 38 ഈ ഭാഗമുള്ളത്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ചത്ത പോലെ ഉറങ്ങി. പ്രയോഗത്തിൻ്റെ അർത്ഥം ചുറ്റുപാടും ഒന്നും അറിയാത്തതുപോലെ ഉറങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഏതാണ് ഈ പാഠസന്ദർഭം എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പാഠവും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. റാപ്പിഡ് റിവിഷൻ.
മൂന്നാം യൂണിറ്റിലെ രണ്ടാം പാഠം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. പി രാമചന്ദ്രന്റെ കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. മനുഷ്യൻ മണ്ണിനെ വെറും കച്ചവട ചരക്കായാണ് കാണുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കവിത. ഈ വാക്യം നിങ്ങൾ പഠിച്ചു വെക്കണം. വയനാട്ടിൽ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുന്ന കവിയിലാണ് കവിത ആരംഭിക്കുന്നത്. ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായി മാറുന്ന നാടാണ് വയനാട് എന്നും നിങ്ങൾ ഓർത്തുവെക്കുക. തന്റെ മുമ്പിൽ കാണുന്ന പച്ചപ്പ് കവിയുടെ കണ്ണുകൾ നിറയ്ക്കുന്നു. പ്രകൃതി ദൃശ്യത്തിന്റെ ഫോട്ടോ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തു. ഉടനെ തന്നെ കമന്റുകൾ വന്നു. അവശേഷിച്ച പച്ചപ്പിനെ സ്വന്തമാക്കണം എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ കവി ഒരാളല്ലാതായി മാറുന്നു, അനേകരായി മാറുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ ആഗോള തലത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുകയാണ് ഇവിടെ. ലോകം മുഴുവൻ ഒരു ഡിജിറ്റൽ ഗ്രാമമായി തീരുകയാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഡാറ്റ കണക്കിൽ ഒതുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെ കവിത അവസാനിക്കുന്നു. ഈ പാഠത്തിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥം വിശദീകരിക്കുക എന്ന ചോദ്യം പ്രതീക്ഷിക്കാം. നിമിഷ നേരം കൊണ്ട് ആഗോള പൗരനായി മാറുന്ന കവിയെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുമുള്ള മനുഷ്യരെയും ബന്ധിപ്പിക്കുവാൻ ഡിജിറ്റൽ ലോകത്തിന് കഴിയും. ലൈക്കുകളും ഷെയറുകളും ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലാണ്. ഡിജിറ്റൽ ലോകത്തിൽ ദൂരം കുറയുന്നു. ഇനി 2. പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ 2 വരികളാണിത്. കരവാളു വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ, വയലാറിന്റെ സർഗസംഗീതം എന്ന കവിതയിലെ 2 വരികളാണിത്. അപ്പോൾ ഈ 2 വരികളും താരതമ്യം ചെയ്യാൻ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കണം. സർഗസംഗീതത്തിൽ കവി വാളുവിറ്റ് പൊൻവീണ വാങ്ങുന്നു. എന്നാൽ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ പൊൻതൂലിക വിറ്റ് ഫോൺ വാങ്ങിക്കുന്നു. ഇനി 3. മനയോല തേച്ചു മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്. കേരളത്തിന്റെ പ്രകൃതിയെയും സംസ്കാരത്തെയും ഈ വരികളിൽ സമന്വയിപ്പിച്ചിരിക്കുന്നത് വിശകലനം ചെയ്യുക. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കഥകളി എന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നമാണ്. കഥകളിയുടെ ഒരു രീതിയാണ് മനയോല തേക്കുക, ചുട്ടികുത്തുക എന്നിവയൊക്കെ. കൃഷിക്കായി ഒരുങ്ങിയ മണ്ണ് കാണുമ്പോൾ കഥകളിക്ക് മുഖത്തെഴുതാൻ കിടക്കുന്ന കലാകാരനെ പോലെ തോന്നും. അതിസുന്ദരമായ കേരളീയ പ്രകൃതിയും കന്നുപൂട്ടലും നിലമൊരുക്കലും കവിയിലുണർത്തുന്ന ചിന്തകളാണിവ. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നു. റാപ്പിഡ് റിവിഷൻ. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠം പരിചയപ്പെടാം. പാഠത്തിന്റെ പേര് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫിന്റെ ആദി എന്ന പാരിസ്ഥിതിക നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠം. കായലുകളാൽ ചുറ്റപ്പെട്ട ആദി എന്ന മനോഹരമായ പ്രദേശത്തിന് ചുറ്റും ജീവിക്കുന്നവരുടെ കഥയാണ് ആദി എന്ന നോവലിലൂടെ എഴുത്തുകാരി കാട്ടിത്തരുന്നത്. മനുഷ്യന്റെ അത്യാർത്തി കൊണ്ട് നിരവധി ദുഷ്ടപ്രവൃത്തികൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിന് പ്രകൃതി എങ്ങനെയാണ് ഇരയാവുന്നത് എന്ന് ആദി എന്ന നോവൽ കാട്ടിത്തരുന്നു. പുറം ലോകത്തു നിന്ന് തീരെ ഒറ്റപ്പെട്ട് വെള്ളക്കെട്ടും ചെളിയും ചതുപ്പുമായി കിടക്കുന്ന സ്ഥലമാണ് ആദി. കായൽക്കരയിലെ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയും അവളെ ശ്രദ്ധിക്കുന്ന നൂർ മുഹമ്മദ് എന്ന കഥാപാത്രത്തിലുമാണ് പാഠം ആരംഭിക്കുന്നത്. 4ാം ദിവസം അയാൾ അവളെ കണ്ടത് വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. നടന്ന് അവൾ കണ്ടൽക്കാടുകൾക്കിടയിൽ മറഞ്ഞുപോയി. അയാൾ അവളെ തേടി അലയുന്നു. 6ാം ദിവസം ഒരാമ്പൽ കുളത്തിന്റെ കരയിൽ അവളെ കണ്ടെത്തി. കുളത്തിലെ കലങ്ങിയ വെള്ളം തെളിയില്ലെന്ന് അവൾ പറയുന്നു. അവൾക്ക് പ്രതീക്ഷ നൽകാനായി ബുദ്ധന്റെയും ആനന്ദന്റെയും കഥ പറഞ്ഞവൻ കേൾപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട കാഴ്ച കാണാൻ കണ്ണടച്ചിരുന്ന നൂർ മുഹമ്മദിന്റെ നിർദ്ദേശം അനുസരിച്ച് അവൾ കണ്ണടച്ചിരുന്നു. ആടി ഉലയുന്ന തോണിയിൽ കണ്ണടച്ചിരുന്നു വരുന്ന കഥ പറച്ചിലുകാരനെ അവൾ കാണുന്നു. അവസാനം സ്ഫടികമണികൾ പോലെ വെള്ളം ചെതറിത്തെറിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന പെൺകുട്ടിയെ കണ്ടുകൊണ്ട് കണ്ണു തുറക്കുന്ന നൂർ മുഹമ്മദിൽ പാഠം അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഈ വാക്യം തരുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാം? 2. പച്ചവള എന്ന ഗ്രാമത്തിന്റെ സവിശേഷതകൾ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കണം. 3. ഈ വെള്ളവും അങ്ങനെയായിരുന്നു, എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു. പെൺകുട്ടിയുടെ എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് പാഠഭാഗത്ത് തെളിഞ്ഞു വരുന്നത്? തന്നിരിക്കുന്ന സന്ദർഭങ്ങളും പാഠഭാഗവും പരിശോധിച്ച് നിങ്ങളുടെ നിരീക്ഷണം തയ്യാറാക്കുക എന്നൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഈ യൂണിറ്റിലെ 3 പാഠങ്ങളും അവയുടെ സാരാംശവും വിശദീകരണവും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഈ യൂണിറ്റ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. റാപ്പിഡ് റിവിഷൻ.